നീ ഒരു പ്രാവശ്യം മാത്രം വന്നാൽ മതി, പിന്നെ നീ വരണ്ടാന്ന് പറഞ്ഞു. അല്ലത് എന്തിനാണ് ചെല്ലാൻ പറയുന്നത്? എന്തിനാണ് ചെല്ലാൻ പറയുന്നത്? അവനെ പിന്നെ എന്നെ ആവശ്യമുണ്ട് എന്നിട്ട്. എന്നെ ആവശ്യമുണ്ടോ? എന്ത് ആവശ്യം? ഒരു പ്രാവശ്യം ഇനി എനിക്ക് വേണമെന്ന്. അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ആരെങ്കിലും പറയാ? എന്നിട്ട് അങ്ങനെ എന്നിട്ട് ഞാന് പിന്നെ അവരോട് പറഞ്ഞ് ഞാൻ ഈ ഒരു പ്രാവശ്യം മാത്രം വരി, പിന്നെ നീ എന്നെ ശല്യം ചെയ്യരുതെന്ന്. അവനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പിന്നെ ഇല്ല നീ ഒരു പ്രാവശ്യം മാത്രം വന്നാൽ മതി, പിന്നെ ഞാനൊന്നും പറയില്ല. എന്നിട്ട് എന്നിട്ട് ഒരു പ്രാവശ്യം പോയി. അവന്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പോയതാ. അപ്പൊ പിന്നെ അവൻ എന്നിട്ട് അത് മുതലെടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു. എല്ലാം ഞാൻ ചോദിക്കുന്നേ, നിനക്ക് അവനെ അറിയുന്ന ആളാണോ നീ? എനിക്കറിയാം. അത് ശരി. ഞാൻ അറിയാതെ ഒരാളെങ്ങനെ നിന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാനല്ലേ ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയുന്ന ആളാണ്. എന്നിട്ട് എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നീയല്ലേ ഒരു പ്രാവശ്യം വരണ്ട മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നോട് ഒന്നിച്ച് വന്നേന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞ് നീ ഈ പ്രാവശ്യം കൂടി എന്റെ ഒന്നിച്ച് വന്നു. അല്ല, ഈ ആദ്യത്തെ പ്രാവശ്യം നീ പോയപ്പോ എന്താ അവിടെ എന്തിനാ വിളിച്ചതെന്ന് അന്നേരം മനസ്സിലായില്ലേ? വിളിച്ചത് അവന്റെ ഇത് സാധിക്കാൻ വേണ്ടിട്ട്. എന്ത് ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ. അപ്പൊ നിന്നെ അതിനു വേണ്ടിയാണ് അവൻ വിളിക്കുന്നത്. അപ്പൊ ഒരു തവണ പോയപ്പോ നീ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. എനിക്കറിയോ ഞാൻ പറഞ്ഞാല്? എനിക്കും അറിയാം. അതാരാണ്? നമ്മളെ കൂടെ പഠിച്ചതാണ്. അപ്പൊ ഒരു പയ്യനെ എന്നെ വല്ലാണ്ട് ശല്യം ചെയ്യില്ലേ കോളേജിൽ നിന്ന്. അവനാണ് ആള്. അപ്പൊ നിന്നോട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് എന്നാ പിന്നെ നീ തന്റെ അടുത്ത് ആദ്യം പറഞ്ഞു. എന്നിട്ട് ഒരു തവണ പോയി അവന് വേണ്ടുന്നൊക്കെ നീ കൊടുത്താ? രണ്ടാമത്തെ തവണയും എന്നെ വിളിച്ചു. എന്നിട്ട് പിന്നെ ഞാന് ഇങ്ങനെ വല്ലാണ്ട് സൂര്യക്കിടാക്കുന്നു. എന്നിട്ട് അത് വിചാരിച്ച് ഞാൻ 2 പ്രാവശ്യം പോയി. അപ്പൊ അവൻ ഇപ്പൊ വന്നിട്ട് എന്നെ വിളിക്കുവോ? 2 പ്രാവശ്യം പോയതുകൊണ്ടല്ലേ നിന്നെ ഇപ്പൊ അവൻ വിളിക്കുന്നത്. അല്ല, നിനക്ക് പറഞ്ഞ നീ എന്തുകൊണ്ട് പറ്റില്ല ഞാൻ നിന്റെ ഹസ്ബൻഡിനോട് പറയുന്നൊക്കെ പറയായിരുന്നില്ലേ നിനക്ക്? അത് അവൻ എന്നിട്ട് എന്നോട് പറയാ, നീ പിന്നെ അഖിലിനെ ഒന്നിച്ച് പോകുന്നില്ലേ, അപ്പൊ അതെങ്ങനെയാണ് പോകുന്നത്, അതുപോലെ എന്റെ കൂടെ വന്നാൽ മതി. അപ്പൊ നീ എന്റെ കൂടെ വരുന്നതൊക്കെ അവൻ അറിയാവോ? അറിയാം. അതെങ്ങനെ നീ പറഞ്ഞതാണോ? അല്ലേ ഞാൻ പറഞ്ഞതൊന്നുമല്ല. അവനെ നമ്മുടെ രണ്ടാളെയും ഒരു പ്രാവശ്യം കണ്ടുവരും. അത് വെച്ചിട്ടാണോ നിന്നെ ഇത് ചെയ്യുന്നത്? അത് നീ വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു പ്രാവശ്യം നീ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു പ്രാവശ്യം പോയത്. അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു പ്രാവശ്യം പോയത് വെച്ചിട്ട് അവരെ പിന്നെയും എന്നെ വിളിച്ചു. അപ്പൊ പിന്നെ ഞാൻ ഒരു പ്രാവശ്യവും കൂടി പോയി. പോകുന്നതിന് മുന്നേ എന്നെയൊന്നും അറിയിക്കാതെ ആയിരുന്നില്ല നിനക്ക്? അറിയിച്ചാല് നീ എങ്ങനെ എന്നാ ചെയ്യോ? നീ എന്ന് ചെയ്യോ എനിക്കൊന്നും അറിയണ്ടേ? നീ പറഞ്ഞാലല്ലേ. നീ തന്നെ ഇപ്പോ അവനെ എവിടെ വെച്ചാ നമ്മളെ കണ്ടതല്ലേ? കണ്ടത് എവിടെ വെച്ചാന്നൊന്നും എനിക്കറിയില്ല. എന്റെ വീട്ടില് അവര് വീടെടുത്തിട്ടില്ലേ, അങ്ങോട്ടേക്ക് പോകുമ്പോണോ കണ്ടതെന്ന് എനിക്ക് സംശയമുണ്ട്. അന്ന് നമ്മുടെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയ ദിവസം അവിടെന്നാണോ അവൻ പറഞ്ഞ ഇന്ന സ്ഥലത്തുനിന്നാ കണ്ടതെന്തെങ്കിലും? അത് പണ്ട് നമ്മള് കോളേജില് നമ്മള് രണ്ടാളും വലിയ ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ കല്യാണം കഴിക്കാൻ നോക്കി. അപ്പൊ കഴിച്ചിട്ടില്ലല്ലോ. അതെല്ലാം അവനറിയാം. അവന് എന്നെ പുറകെ കുറച്ച് നടന്നതല്ലേ. അത് ഇഷ്ടമില്ലാതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടു. അപ്പൊ നിന്റെ കൂടെ വരുന്നത് അവനറിയാം.
അവന്റെ പേര് ആ രാഹുൽ എന്ന് പറഞ്ഞവനാണോ? ആ അവൻ തന്നെ. ആ, അവനെനിക്ക് നീ എങ്ങനെ ഇഷ്ടപ്പെട്ട് പോയി അവന്റെ കൂടെ? ഞാൻ എന്നാലും ഇഷ്ടപ്പെട്ടതല്ലാന്ന്. അതെ മനസ്സിലായി, പക്ഷെ എന്നാലും എങ്ങനെ പോയിട്ട് ഈ കാര്യങ്ങൾ നടക്കണ്ടേ? കാര്യങ്ങൾ നടക്കണ്ടേന്ന് പറഞ്ഞാല് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല, ഞാനേ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല പോയത്. അവനെ എന്നെ ഇത് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോയതാ. 2 തവണ പോയിട്ട് നീ അവന് വേണ്ടുന്നെല്ലാം ചെയ്തു കൊടുത്തു. വീണ്ടും വിളിക്കുകയാണ്. ഇനി ഇവ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ നീ എന്ത് ചെയ്യും? അതന്നെ നിന്നോട് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതല്ലേ പറഞ്ഞ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അവൻ പറയില്ലേ നീ ഇങ്ങനെ പോയിട്ടുണ്ട് ഒക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മറ്റേത് എന്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാല് നമുക്കത് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. ഇതിപ്പോ എന്ത് പറയും? ഞാൻ പേടിച്ചിട്ടാണ് അവന്റെ കൂടെ പോയത്. അതെ, അപ്പൊ അതാണ് ഇപ്പൊ. നിന്നോട് പറഞ്ഞാല് നീ എങ്ങനെയാ അത് എടുക്കുന്ന എനക്കറിയില്ലല്ലോ. അപ്പൊ ഇതിനെ ഒരു പ്രാവശ്യം പോയാൽ ഇവൻ ഇത് നിർത്തും വിചാരിച്ചു. അത് ആരെങ്കിലും നിർത്തുമെന്ന് എനിക്കറിയില്ല. നീ ഇത്രക്ക് മണ്ടിയാണെന്ന് എനിക്കറിയില്ലേ. ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഇനി നീ അവൻ വിളിക്കുമ്പോഴൊക്കെ നീ അവന്റെ അടുത്ത് പോകേണ്ടി വരൂലേ? ഇനിയിപ്പോ അവന്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ അവൻ അറിയാം. ഇനിയിപ്പം എന്റെ വിഷയം മാത്രം പറഞ്ഞിട്ടല്ലല്ലോ നിന്നെ അവൻ ഭീഷണിപ്പെടുത്തുക. എനിക്കിപ്പോ മനസ്സിലായി. ഇനി ഞാനെന്താ ചെയ്യാന്നാണ് അവൻ നിന്നെ ഇങ്ങനെ പേടിപ്പിച്ചോണ്ടേയിരിക്കും. എന്ത് ചെയ്യാനാ ഇനി? അതാണ് ഇതുപോലുള്ള കളിക്ക് പോകുമ്പോ ആദ്യം നമുക്ക് പറ്റിയ കളിക്കാരനാണോ കളിയാണോ എല്ലാം ആലോചിച്ചിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ. ഞാൻ പറഞ്ഞില്ല ഞാൻ പെട്ടുപോയതാണ്. എന്നെ പറഞ്ഞ് നീ എന്നെയും വെച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാ? അല്ല, ഇതിന്നിപ്പോ എങ്ങനെ നമ്മൾ ഊരി വരുവോ? നീ എനിക്കറിയില്ല. ഇപ്പൊ ആരോടും ഞാൻ ചോദിച്ചത്. അല്ല, ഇതിപ്പോ ഇനി ആരോടും പറയാൻ പറ്റൂല. എന്റെ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പണ്ടേ ഉള്ള ഫ്രണ്ട്സാണ്, അങ്ങനെ എന്താ ഇന്നടത്ത് കണ്ടല്ലേ ഇന്നടത്ത് പോയി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടായിരുന്നു. ഇതിപ്പോ ഇനി നിന്റെ ഹസ്ബൻഡോടൊക്കെ പറയാൻ പോയാല് ഇവൻ ഇതൊക്കെ പറയൂലേ? നീ അവിടെ അവന്റെ കൂടെ പോയിട്ടുണ്ട് എന്നെല്ലാം പറയൂലേ? അല്ല, നിന്റെ കാര്യം ഞാനും നീയും തമ്മിലുള്ള ബന്ധവും പിന്നെ അച്ഛനോട് പറഞ്ഞാലും പ്രശ്നമില്ലേ? അത് നീ എന്നെ കല്യാണം കഴിക്കാൻ പോയെന്ന് പറഞ്ഞ് കഴിക്കാൻ സമ്മതിക്കാത്തത് എല്ലാം അറിയാലോ. അപ്പൊ പിന്നെ അത് പ്രശ്നമുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാന് ഒരു പ്രാവശ്യം അവന്റെ കൂടെ പോവാന്ന് വിചാരിച്ചു. അല്ല, നീ അത് ആദ്യമേ എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അവൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞ് ശരിയാക്കി എടുക്കുമായിരുന്നു. ഇതൊന്നും അവനെ കൊണ്ട് പറയിക്കില്ലായിരുന്നു. നീ ഇത് ഞാൻ അറിയാണ്ട് 2 തവണ അവന്റെ അടുത്ത് പോയില്ലേ? ഇനി എന്നെ എന്നാ ചെയ്യാന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരിടത്തും പിടിയില്ല. അതന്നെ ഞാനും ആലോചിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളതാണ്. ഇതിനിടയിൽ നീ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുമോ? ഞാനിനി അവനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. നീ ഇനി അവനെ എന്ത് ചെയ്യാനാ? നീ കൊണ്ട് അവന്റെ അടുത്ത് പോയിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വരാണ്. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? അതൊന്നുമല്ല വിഷയം. ഇപ്പോ അവനെ ഇനി ഇന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത്. അല്ല, അവനെ ഞാനിനി എന്തെങ്കിലും ചെയ്യേണ്ടി വരും പറയാം. ഞാൻ അവന്റെ അടുത്ത് പോകുന്ന പരിപാടിയൊന്നുമില്ല. നീ അവന്റെ അടുത്ത് പോകാണ്ട് ഇനിയിപ്പോ അവന്റെ നമ്പറിൽ ഇപ്പൊ വിളിച്ചിട്ടായിരിക്കുമല്ലോ അവന്റെ നമ്പറിൽ ഉണ്ടാവില്ലേ കയ്യില്? അപ്പൊ അവനെ ഒന്ന് കാണും. ഞാനും കൂടി വരാം ഒന്ന് കാണാൻ.